ചുലയില്ലിരാതെ കണ്ണിനതൻ കാമനോട്ടം കാമനോട്ടം കണ്ണിനതൻ കാമനോട്ടം കണ്ണിനതൻ കാമനോട്ടം കണ്ണിനതൻ കാമനോട്ടം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും കാഴ്ചകളെല്ലാം തന്നെ ആലുവയിൽ നിന്ന് ബസ് കയറിയ ഒരു യുവതിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ അതിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും എല്ലാം ഒരുപാട് അഭിപ്രായങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പൊതുവീഥികളിൽ ഇത്തരം ആൾക്കാർ സജീവമാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്നതല്ല എൻ്റെ വിഷയം. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർ പൊതു ഇടങ്ങളിൽ നേരിടുമ്പോൾ പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത് 100ൽ ഒരു 10ൽ ചോടെ ആൾക്കാർ മാത്രമേ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരികയുള്ളൂ, പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുകയുള്ളൂ. കാരണം നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ഈ സ്ത്രീ തന്നെ ഒരു ഉദാഹരണമാണ്. കാരണം പ്രതികരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം പിന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അമ്മയെ തല്ലിയാൽ പോലും 2 വശമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. അതിലൊരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് എതിരായിട്ട് വർത്തമാനം പറയാനും അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടാനും എല്ലാം ഉണ്ടാകും. അതുതന്നെയാണ് ഈ സ്ത്രീക്ക് ഉണ്ടായ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഈ സ്ത്രീക്കുണ്ടായ ഒരു അവസ്ഥ, അതുപോലെ തന്നെ അവർ വീഡിയോ എടുത്തു, അതും കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 100% ആ സ്ത്രീയുടെ പക്കത്ത് നിൽക്കാമായിരുന്നു. പക്ഷേ ഇതിൽ ചെറിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ആ സ്ത്രീ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത്, ആ സ്ത്രീയുടെ അച്ഛൻ്റെ ഒരു പ്രായമുള്ള ഒരാളാണ് ആ സ്ത്രീയുടെ അടുത്ത് വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം ഒരു പ്രായമായ ഒരു മനുഷ്യനാണ്. തീർച്ചയായും അദ്ദേഹത്തിന് തിരുത്താൻ ആ സ്ത്രീക്കോ ആ ബസ്സിലുള്ള മറ്റുള്ള യാത്രക്കാർക്കോ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ സ്ത്രീ പ്രതികരിക്കുന്നതിന് മുന്നേ എന്തിനാണ് ഫോണെടുത്ത് മാന്യമായിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ എന്തായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. ഏകദേശം 10 മില്യൺസോ അതിൻ്റെ മുകളിലോ വ്യൂവേഴ്സ് അത് കാണുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഒരുപാട് വയസ്സായൊരു മനുഷ്യനാണ്. നാളെ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങി നടക്കേണ്ടതുണ്ട്. അവർക്ക് കൊച്ചുമക്കളും അതുപോലെ തന്നെ മക്കളും ഭാര്യയും കുട്ടികളും എല്ലാം ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത തെറ്റിനെ ഞാനിപ്പോൾ ന്യായീകരിക്കുന്നില്ല. ചെയ്തത് തെറ്റാണ്. അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും കേസ് കൊടുക്കുകയും അദ്ദേഹം ചെയ്ത ശിക്ഷ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും എല്ലാം ചെയ്യണം. അതും ആ സ്ത്രീ ചെയ്തിട്ടുണ്ട് എന്നാണ് സ്ത്രീ പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മുഖമൊന്ന് മറച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുന്നൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നോ, ഇനി ഫെയിം ആയിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിനു മുന്നേ സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ തന്നെ ബസ്സിലുണ്ടായ സമയത്തും 2 അഭിപ്രായം ജനങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നു വന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതും. എന്നാൽ സമൂഹ മാധ്യമങ്ങളുടെ ഈ സ്ത്രീക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആ സ്ത്രീ തന്നെ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ ചെയ്താനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓണപ്പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും, ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും, ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു. അത് ഇത്രയും റീച്ച് ആവുമെന്ന്, സോഷ്യൽ മീഡിയ ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ 80% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് ബാക്കി 20% അയാളെ സപ്പോർട്ട് ചെയ്ത നാറുകളോട് എനിക്ക് പറയാനുള്ളൂ. ഈ ഫേസ്ബുക്ക് അമ്മമാരും കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ഞാൻ അവിടെ പ്രതികരിച്ചിട്ടില്ല എന്നാണ്. ഞാൻ പ്രതികരിക്കുകയും ചെയ്തു, അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്റെ ഡ്രസ്സിങ് ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത്. ഞാൻ ഡാൻസും പരിപാടിയും കഴിഞ്ഞാണ് ബസ്സിൽ കയറിയത്. ഓണപരിപാടി കഴിഞ്ഞു. എന്റെ പ്ലീറ്റ് ഇച്ചിരി കൊലഞ്ഞിരുന്നെന്നുള്ളൂ. പക്ഷേ ഞാൻ സാരി കയറ്റാണ് കൊടുക്കുന്നത്. എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്, നല്ലപോലെ എനിക്കുണ്ട്. അയാൾ കാണാൻ വേണ്ടി എത്തി നോക്കിയത്. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു, ഇവൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. എനിക്ക് ചോദിക്കാനുള്ള ഇത്ര മാത്രം, അയാൾക്കറിയോ എന്റെ അടുത്തിരിക്കുന്ന അയാൾ ഇങ്ങനെ വിചാരിച്ചു, ഇത് ഏഞ്ചൽ ബേബിയാണ്, ഇവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവൾ മോഡലാണ്, ഇവൾ ആങ്കറാണ്, അപ്പൊ കുറച്ച് നോക്കിയേക്കാം. അങ്ങനെയാണോ? അയാൾക്ക് എന്നെ ഒരു ചുക്കും അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല എന്റെ അച്ഛന്റെ പ്രായമുണ്ട് അയാൾക്ക്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, കേരളം നന്നാവത്തില്ലടോ. എനിക്ക് പറയാനുള്ളത്, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഇടയ്ക്കും ഡ്രസ്സിങ് ആണോ കഴപ്പ്? പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം. ഈ റേപ്പ് കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പുറത്തെ സാധാരണ പെൺകുട്ടികൾ, ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഡ്രസ്സിങ് അല്ല. എനിക്ക് പറയാനുള്ള, കേരളം നന്നാവത്തില്ല. നിങ്ങൾ വളർത്തിക്കോ. നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാൻ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കണം, അയ്യോ എന്റെ മോളെ കയറി പിടിച്ചു, എന്റെ മോളെ പീഡിപ്പിച്ചു, ഇവനൊക്കെ ജയിലിലിടണം, അല്ല ഇവനെ തൂക്കിക്കൊല്ലണം. നമ്മളെ നിയമം തൂക്കിക്കൊല്ലുന്ന നിയമമൊന്നും ഇല്ല. ഈ അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്കിലെ ചില അമ്മാവന്മാരും മറ്റലിയന്മാരും എല്ലാവരും വന്നുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കമൻ്റ് ഇട്ട് മേകുന്നുണ്ട്. അത്തരം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്താണ് അദ്ദേഹത്തെ ചെയ്യേണ്ടത്? അദ്ദേഹം പോലെയുള്ള മുഖം മറ്റ് നാട്ടുകാർ കാണും, നാളെ എനിക്കുള്ളൊരവസ്ഥ മറ്റൊരു സ്ത്രീകൾക്കും വരരുത് എന്നൊക്കെ ഇങ്ങനെ
പൊതുവായി സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ കുട്ടിക്കുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മോശകരമാണ്. അദ്ദേഹം ചെയ്തത് 100% തെറ്റുമാണ്. അതിനെ യാതൊരു വിധത്തിലും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഇവരുടെ ഉദ്ദേശം ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നതാണോ എന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ സംശയിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഇവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇവരുടെ ചാനൽ കാണുന്ന ആൾക്കാർക്കോ അവരുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുന്നേയും ഇതുപോലെ സമാന രീതിയിലുള്ള ഒരുപാട് വീഡിയോകൾ അവരുടെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഞാനും കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം നോക്കുമ്പോഴാണ്, കാരണം ഇത്തരം ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സ്ത്രീയാണ് അവർ. തീർച്ചയായിട്ടും അങ്ങനെയാണോ ഇതും ഒരു സോഷ്യൽ ഫെയിമിന് വേണ്ടി ചെയ്തതാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അതാണ് ആൾക്കാരുടെ പൊതുവായ ഒരു സംശയം. പിന്നെ അവർ മോശമായി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ പറഞ്ഞ കുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നോക്കുന്നത് ശരിക്കും താഴോട്ടാണോ ഇനി മുകളിലോട്ടാണോ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആ സ്ത്രീ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇനി മൊബൈലിലേക്കാണോ അദ്ദേഹം നോക്കുന്നത് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ആ സ്ത്രീ പറയുന്നത് നോട്ടം മാത്രമല്ല, അതിനുശേഷം ഞാൻ പ്രതികരിച്ചു, അദ്ദേഹത്തിനോട് ചൂടായിട്ട് വർത്തമാനം പറയുകയും അതിനുശേഷം പിന്നെടുത്ത് അദ്ദേഹത്തെ കുത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് എണീറ്റ് ബസ് ഇറങ്ങിപ്പോയി എന്നാണ്. ഇത്രയും വലിയ ഒരു സംഭവം ആ ആലുവ ബസ്സിലുണ്ടായ സമയത്ത് പോലും അവിടെയുള്ള മറ്റ് യാത്രക്കാർക്കോ അല്ലെങ്കിൽ കണ്ടക്ടർക്കോ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം. അത്രയും വലിയ ഒരു പ്രശ്നങ്ങളൊക്കെ ആ ബസ്സിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ നാട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ഒരിക്കലും ആ കുട്ടിയുടെ ഭാഗത്തല്ലാതെ നിൽക്കില്ല. കാരണം ഇപ്പോഴത്തെ എവിടെയായാലും നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം പെണ്ണുങ്ങളുടെ ഭാഗത്താണ്, സ്ത്രീകളുടെ ഭാഗത്താണ് നമ്മൾ എല്ലാവരും സംസാരിക്കുകയും പിന്നെ തെറ്റുണ്ടെങ്കിൽ മാത്രമേ അത് തിരുത്തുകയുള്ളൂ. അങ്ങനത്തെ ഒരു സംവിധാനമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു കാരണത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ കുട്ടി പറയുന്നത് കേട്ടാൽ 100% അവരുടെ ഭാഗത്താണ് ന്യായം. അദ്ദേഹമാണ് തെറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മുഖം നാട്ടുകാർ കാണണം, കുടുംബക്കാർ കാണണം, ഭാര്യകൾ കാണണം, എല്ലാവരും കാണണം എന്നാണ് ആ സ്ത്രീ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആവട്ടെ, അതവരുടെ താല്പര്യമാണ്. പക്ഷേ ഇതിൽ വ്യക്തിപരമായി നമുക്കൊരു അഭിപ്രായം എന്നും പറയും. അതുപോലെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ മുഖം സമൂഹ മാധ്യമങ്ങളിലിട്ടിട്ട് മോശമാക്കിയതിനെക്കുറിച്ച് നമുക്ക് തീർത്തും എതിരഭിപ്രായം തന്നെയാണ്. അവർക്ക് കേസ് കൊടുക്കാമായിരുന്നു, നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഇങ്ങനെ പോകാനുള്ളൊരു കാരണമെന്ന സ്ത്രീ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം നാളെ എനിക്കെതിരെ ഇനി ഇവർ കുടുംബക്കാരൊന്നും വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേസ് കൊടുത്തതെന്ന് സ്ത്രീ പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം. കൊണ്ട് കുത്തിയ സമയത്തൊന്നും മറ്റ് ബസ് യാത്രക്കാരും ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ റിയാക്ട് ചെയ്ത സമയത്തും ആരും ഒന്നും മിണ്ടിയില്ല. ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ പിന്നെ വീഡിയോ എത്ര റീച്ച് ആയി കഴിഞ്ഞപ്പോൾ അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, ഭയങ്കര നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. നെഗറ്റീവ് ഫേസ്ബുക്കിലാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കേരളം ഇത്രയും അകമ്പതിച്ചു പോയോ എന്ന് വരെ ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് മോശം കമന്റ്. ഞാൻ കേസ് ഫയൽ ചെയ്തു. കാരണം വെച്ചാൽ നാളെ എന്തെങ്കിലും ഇയാൾക്ക് ഫാമിലിക്ക് സംബന്ധിച്ചാൽ നമുക്ക് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ആദ്യമേ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആലുവ പോലീസ് സ്റ്റേഷനിൽ. അത് FIR ഇട്ടിട്ടില്ല. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിയുമ്പം ഇതിനു മുമ്പും ഇത്ര ദുരനുഭവം ഉണ്ടായപ്പം ആ അനുഭവങ്ങളെ പറ്റി കൃത്യമായി വീഡിയോ ഇടുക, ഇങ്ങനെ തുറച്ചുനോട്ടങ്ങൾക്കെതിരെ ആ സമയത്തെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂസ് അതിനകത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, റീച്ചിന് വേണ്ടിയാണോ ഈ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്? എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നതിന് പിന്നിൽ? എനിക്ക് പെട്ടെന്നൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തു. കാണും ആ സ്ത്രീ പറഞ്ഞ ഈ ഒരു കാര്യത്തോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. നാളെ ഇവരുടെ ഫോട്ടോ കണ്ടതുകൊണ്ടും ഇവരെ റീൽസ് ഏതായാലും വൈറൽ ആയതുകൊണ്ടും ചിലപ്പോൾ നാളെ അവരുടെ കുട്ടികളോ ഇവരെല്ലാം ഇവർക്കെതിരെ തിരിച്ച് കേസ് എന്തെങ്കിലും കൊടുത്താലോ എന്ന് പേടിച്ചിട്ട് ആദ്യം പോയിട്ട് അവിടെ കേസ് കൊടുക്കുകയാണ്. അവർ കേസെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ FIR ഇട്ടിട്ടില്ല എന്ന സ്ത്രീ തന്നെ പറയുകയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇതല്ല, മറ്റു കാര്യങ്ങളിലായാലും പൊതുസമൂഹത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം 100% സത്യമാണ്, പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അത്തരം പ്രതികരണങ്ങൾ നടത്താതിരുന്നാൽ നാളെ നമ്മൾ ഖേദിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. നമ്മൾക്ക് എന്ത് വരും, നമ്മൾക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ മുഖം വികൃതമാകുമോ എന്നെല്ലാം ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ നാളെ മറ്റൊരു കുട്ടികൾക്കും ഇത് വരാതിരിക്കാൻ ഇത് ഒരുപാട് ഉപകാരപ്പെടും. ഈ ഒരു കാര്യം കൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇതിനെക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നാളെ മറ്റൊരാൾക്കും അത്തരം ഒരു ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഒരു പേടി മനസ്സിലെപ്പോഴും ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈലൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടികളും നമ്മുടെ നാട്ടിലില്ല. ഏതായാലും അങ്ങനത്തെ എന്തെങ്കിലും ദുരനുഭവം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷൂട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കരുത്. ദയവ് ചെയ്തിട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ, ഇനി നിങ്ങളുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ SIയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക. ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് അവർ ചെയ്തിട്ടുണ്ടാവും.
അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ കൊണ്ടുവച്ചിട്ട് കഴിഞ്ഞാൽ അത് അച്ഛൻ മോശമാവുന്നത് പോലെ തന്നെ ഈ കുട്ടിയും മോശമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടാൾക്കാരും മാനക്കേട് തന്നെയാണ്. അവരുടെ മുഖവും ഇതിൽ കാണുന്നുണ്ട്, ഇവരുടെ മുഖവും കാണുന്നുണ്ട്. പിന്നെ ഡ്രസ്സിനെ കുറിച്ച് ആൾക്കാർ പറയും, നിങ്ങൾ ധരിച്ച ഡ്രസ്സ് മോശമായിട്ടാണ്, നിങ്ങൾ നല്ലവണ്ണം അത് കെയർ ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും. അതൊക്കെ രണ്ട് ഭാഗത്തും ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം വീഡിയോകളും ഇത്തരം പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ധൈര്യമായി ഷൂട്ട് ചെയ്തോളൂ. പക്ഷേ അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ചിടരുത്. അത് നിങ്ങൾക്കും ഭാവിയിലേക്ക് ഒരു മോശമായി വന്നേക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.